അൻവറിനെ പൂട്ടാൻ തന്നെയാണ് പിണറായി വിജയന്റെ നീക്കമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. MV ഗോവിന്ദന്റെ മൗനവും ശ്രദ്ധേയമാണ്. ഇപ്പോൾ അൻവറിനെ തള്ളിപ്പറഞ്ഞ് വിജയരാഘവൻ കൂടി രംഗത്തേക്ക് വരുമ്പോൾ പിണറായി വിജയൻ വീണ്ടും ശക്തനാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പിന്നാലെ PV അൻവർ MLA തള്ളിപ്പറഞ്ഞ് CPM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ കൂടി രംഗത്ത് വന്നു. ഏറ്റവും മുതിർന്ന നേതാക്കൾ ഒരാൾ കൂടി അൻവറിനെ തള്ളിപ്പറഞ്ഞതോടെ CPM-ലെ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകുന്നു. അൻവർ ഇടതുപക്ഷത്തിന്റെ MLA ആണെന്നും CPM-ന്റെ നിയമസഭാ കക്ഷി അംഗമാണെന്നും ഓർക്കണമെന്നായിരുന്നു വിജയരാഘവന്റെ പ്രതികരണം. പാർട്ടിക്ക് ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവാത്ത പരസ്യ പ്രതികരണമാണ് അൻവർ നടത്തിയതെന്നും വിജയരാഘവൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. അതേസമയം പിണറായിയും വിജയരാഘവനും തള്ളിപ്പറഞ്ഞിട്ടും അൻവറിനെ പരസ്യമായി തള്ളിപ്പറയാത്ത പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാടും ശ്രദ്ധേയമാണ്. P ശശിക്കെതിരായ അൻവറിന്റെ നീക്കത്തിന്റെ പിന്നിൽ ഗോവിന്ദന്റെ താല്പര്യങ്ങളുണ്ടെന്ന് CPM-നുള്ളിൽ സംസാരമുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലശ്ശേരിയിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന P ശശിക്കെതിരെ ഗോവിന്ദൻ ഉൾപ്പെടെ കണ്ണൂരിലെ മറ്റു നേതാക്കൾ ഒറ്റക്കെട്ടായി തന്നെ നിൽക്കും. ഇവർ അൻവറിന് രഹസ്യ പിന്തുണ നൽകുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത് പാർട്ടിയിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും സൂചനകളുണ്ട്. മന്ത്രി മുഹമ്മദ് റിയാസ്, മുൻമന്ത്രി KT ജലീൽ, പിണറായിയുടെ മുൻ അടുപ്പക്കാരൻ ഫാരിസ് അബൂബക്കർ തുടങ്ങിയവർക്ക് അൻവറുമായുള്ള അടുപ്പവും പാർട്ടിക്ക് തലവേദനയാണ്. പാർട്ടിയിൽ പൊട്ടിത്തെറി രൂക്ഷമാവും മുമ്പ് അൻവറിനെ ഏത് വിധേനയും ഒതുക്കാനുള്ള നീക്കമാണ് പിണറായി നടത്തുന്നത്. വിജയരാഘവൻ ഇന്നലെ പിണറായിയെ തൃശൂരിൽ സന്ദർശിച്ചിരുന്നു. പിണറായിയുടെ താല്പര്യപ്രകാരമാണ് വിജയരാഘവൻ അൻവറിനെ തള്ളിപ്പറഞ്ഞതെന്നാണ് സൂചന. ഗോവിന്ദന്റെ മൗനത്തിനുള്ള മറുപടിയായാണ് വിജയരാഘവനിലൂടെ പിണറായി നൽകിയത് എന്നാണ് സൂചന. അൻവറിനെതിരെ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ആരംഭിച്ചിട്ടുള്ള അന്വേഷണവും ഈ നീക്കത്തിന്റെ ഭാഗമാണ്. ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവരുടെ ഫോൺ ചോർത്തി എന്ന പരാതി ഉൾപ്പെടെ അൻവറിനെതിരെ പോലീസിന്റെ മുൻപിലുണ്ട്. ഇത് കടുത്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റവുമാണ്. ഈ കേസ് പൊടി തട്ടിയെടുക്കാനാണ് ആലോചിക്കുന്നത്. അൻവറിനെതിരെ ADGP അജിത്തും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്ന സൂചനകളുമുണ്ട്. നേരത്തെ അജിത്ത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ നടപടികളുമായി അജിത്തും പോകുന്ന പക്ഷം അൻവറിനെ പൂട്ടാൻ തന്നെയാണ് പിണറായി വിജയന്റെ നീക്കമെന്ന് വ്യക്തമാവുകയാണ്. ഏതായാലും ശശിയെ പൂട്ടാനിറങ്ങിയ അൻവർ ഇപ്പോൾ ശശിയായിരിക്കുന്നു. പിണറായി വിജയൻ അൻവറിനെ ശശിയാക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.